നീ ഇപ്പോൾ പോയി എങ്ങനെ ശരിയാവും? ഒന്നും അച്ഛൻ്റെ കാര്യം നോക്കി അവിടെ ആരുമില്ല. പോരാണ്ടാ വിനോദം വന്ന് നിൽക്കല്ലേ. ചേട്ടാ, ശരീരം കൊണ്ട് മാത്രമല്ല ഞാൻ തളർന്നത്, മനസ്സുകൊണ്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല. നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിനോദിനെ ചേട്ടനെ നന്നായിട്ട് അറിയാമോ? പിന്നെന്താ, അവന് ലേശം നാക്ക് കൂടുതലാണ്. അവൻ പാവം പയ്യനല്ലേ. പിന്നെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോലെ. നിനക്കറിയാലോ, അച്ഛൻ അല്പം നിർബന്ധക്കാരന് ഉള്ളത് പറഞ്ഞ് എനിക്ക് പുള്ളിയെ ധിക്കരിക്കാൻ പേടിയാണ്. പിന്നെ അടുത്ത മാസം ഞാൻ മൂത്തമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്തമ്മ വന്നതിന് ശേഷം നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് നിൻ്റെ വീട്ടിൽ പോവാം. ചേട്ടാ, ഞാനേ ഇപ്പോഴൊന്നും വീട്ടിലോട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ ഒരു ഐഡിയ പറഞ്ഞു. എന്താ ഐഡിയ? ഞാനിവിടെ ഫുൾ ടൈം അടുക്കളയിലാണല്ലോ, അപ്പൊ പിന്നെ എനിക്ക് വല്ല ഫുഡ് ബിസിനസ്സും ചെയ്തുകൂടെയെന്ന് അമ്മ ചോദിക്കുന്നത്. ഫുഡ് ബിസിനസ്സോ? അതിനൊക്കെ ഒരുപാട് ചിലവല്ലേ? എന്ത് ചിലവ്? നമ്മൾ ഇവിടെ വാങ്ങുന്ന പോലെ സാധനങ്ങൾ അങ്ങ് വാങ്ങിയാൽ മതി. ആദ്യമേ നമുക്ക് കേക്കിൽ നിന്ന് തുടങ്ങാം. എനിക്കാണെങ്കിൽ ബേക്ക് ചെയ്യാനും ഇഷ്ടമാണ്. എൻ്റെ ആ മടുപ്പ് അങ്ങ് മാറും. പക്ഷേ ഇതൊക്കെ എവിടെ കൊണ്ട് വിൽക്കും നമ്മൾ? ഓൺലൈനിൽ. ഓൺലൈനിലൊക്കെ ഒരുപാട് ചിലവാവില്ലേ? ചിലർക്കൊക്കെ എഫ് ഇൻസ്റ്റയിലും കൂടി ഒരുപാട് കയറി പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് വളർച്ചയുണ്ടാവണമെന്നൊന്നുമില്ല. പറ്റും ചേട്ടാ. ചേട്ടനെ സോഷ്യൽ സ്കേപ്പ് എന്താണെന്നറിയാമോ? ഇല്ല, അതെന്താ? ഇതൊരു സോഷ്യൽ മീഡിയ ടീമാണ്. പല ബ്രാൻഡുകളുടെയും പ്രൊമോഷനും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്. അവർ തന്നെയാണെങ്കിലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ കണ്ടന്റ് ചെയ്യും. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർ ക്ലയൻസിനെ സഹായിക്കും. അതും വളരെ ബേസ് പ്രൈസിൽ അവർക്ക് കൊടുക്കാം. അവർ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന് ഞാൻ ഒരു പേര് വരെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തോന്ന് പേര്? VK ഫുഡ്സ്. വീണയും കിരണും. ബിസിനസ്സിനെ പറ്റി നിനക്ക് എന്തറിയാം? എൻ്റെ ഭാര്യയോട് തമാശ പറയലെന്ന് പറ. നീ ഇപ്പോൾ ഒരു ഭാര്യയാണ്. അതായത് എൻ്റെ മകൻ്റെ അമ്മയാകേണ്ടവൻ. അതായത് എൻ്റെ കൊച്ചുമകൻ്റെ അമ്മ. നീ ഈ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ബിസിനസ്സിനല്ല. മനസ്സിലായ? അച്ഛ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതിനു വേണ്ടി തന്നെയാ ഞാൻ ഈ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. നാളെ ഒരു മോനോ മോളോ ആരോ ഉണ്ടാവട്ടെ, ആ കുഞ്ഞിന്റെ അമ്മയെ ഈ വീട്ടിലെ അടിമയായിട്ടല്ല കാണേണ്ടത്. പിന്നെ എന്തായിട്ട് കാണണം? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ലേ. നീ ഒന്നും വിചാരിച്ച ആണാവാൻ പോകുന്നുമില്ല. ബിസിനസ് ചെയ്യുന്നതിന് ആണാവണോ? ആണാവാനും ആളാവാനൊന്നും അല്ല ഞാൻ ഇത് തുടങ്ങുന്നത്. ഇതെനിക്കെന്റെ സ്വപ്നമാണ്. അതെന്റെ മനസ്സിന്റെ സന്തോഷത്തിന് കൂടെ വേണ്ടിയിട്ടാണ്. എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ആരും വാഴാമെന്ന് വിചാരിക്കണ്ട. രണ്ടുപേരുടെ കൂടെയാണ് പറഞ്ഞത്. ഏട്ടാ, 24 മണിക്കൂർ എനിക്കിങ്ങനെ ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ശ്വാസം വിടണമെങ്കിൽ ആരെയൊക്കെ പെർമിഷൻ വേണം? പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പഠിച്ചതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും പഠിച്ചത്. ഞാൻ കല്യാണത്തിന് മുന്നേ അത് പറഞ്ഞതുവാ. അപ്പം എല്ലാം തലകുലിക്ക് സമ്മതിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കൊരു ജോലി വേണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ചേട്ടൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഈ എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ഇല്ല വേണേ, എനിക്ക് അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും. അതിന്റെ കാരണം നമുക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. നമ്മുടെ നന്മയല്ലേ അച്ഛൻ ചിന്തിക്കുന്നത്? ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ നന്മ കൊണ്ട് പറയുന്നതൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് ഞാൻ ഇവിടെ ഒരു വേലക്കാരിയാണ്. ഈ വീട് തുറക്കണം, തൂക്കണം, അച്ഛൻ്റെ അണ്ടർവെയർ കഴുകണം, ചെരുപ്പ് തുടങ്ങണം, ഇതൊക്കെ മാത്രമാണ് അച്ഛൻ്റെ ചിന്ത. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്. വീണേ, പറഞ്ഞു പറഞ്ഞ് നീ കാട് കയറുന്നുണ്ട്. പ്രായത്തിൽ കൂടുതൽ ആളെന്നുള്ള പരിഗണന വേണ്ട. അതെന്റെ അച്ഛനാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. ഞാൻ തന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത്. സ്വന്തം അച്ഛനായിട്ട് എന്റെ അച്ഛനെ കാണാൻ പറ്റാത്തതാണ് ഇതിന്റെ കുഴപ്പം. ഈ സംഭവം ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളാം നിന്റെ സംസാരം. ആഗ്രഹങ്ങൾ ബിസിനസ് ചെയ്യാൻ. ബിസിനസ് അച്ഛൻ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്.
ഒരുപാട് ചേച്ചിമാരും കുഞ്ഞമ്മമാരും കൂടി എല്ലാം വളർത്തിയാണ് വഷളാക്കി. അതിൻ്റെ ശീലം അത് മാറിക്കൊള്ളൂ. എടി എൻ്റെ അമ്മ കുഞ്ഞിലേ പോയി. അതിനുശേഷം അച്ഛൻ്റെയും എൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കിയത് അച്ഛൻ്റെ മൂത്ത ചേച്ചി മൂത്തമ്മയാണ്. മൂത്തമ്മയ്ക്ക് ഇന്നും അച്ഛൻ ഒരു കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ ആ ശീലങ്ങളായതുകൊണ്ടാണ്. നീ സ്വന്തം അച്ഛനെ പോലെ കണ്ടാൽ മതി, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. മൂത്തമ്മ വെള്ളം കുടിക്കാൻ. മൂത്തമ്മ എന്താ ഇപ്പം ഇങ്ങോട്ടൊന്നും വരാത്തത്? മോളെ വരണമെന്നുണ്ട്. സുഖമില്ലാത്തതുകൊണ്ടും ഒറ്റയ്ക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ് ഞാൻ വരാത്തത്. എന്ത് മക്കളെ മുഖം ഒരുമാതിരി ഒരു വല്ലായ്മ? കാര്യം ശരിക്കും ഞാൻ ശ്വാസം മുട്ടിയാണ് മുത്തമ്മ ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ ആൺജന്മങ്ങൾക്കാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അവരെ തിരുത്താനും പഠിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ഇവിടുത്തെ അച്ഛനാണെങ്കിൽ വന്നു കയറിയ ഒരു മരുമകളായിട്ടല്ല എന്നെ കാണുന്നത്. ശരിക്കും അച്ഛൻ്റെ ആവശ്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു വേലക്കാരിയായിട്ട് മാത്രമാണ്. എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്കത് പറയാനും പറ്റില്ല. ഞാൻ വിചാരിക്കാറുണ്ട് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്, ഇറങ്ങി പൊയ്ക്കൂടെയെന്ന്. പക്ഷെ ചില സമയങ്ങളിലെ ശരിക്കും നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാനൊന്നും സാധിക്കില്ല എന്ന് ഇപ്പം എനിക്കറിയാം. ആ ഒരു അവസ്ഥയിലായിപ്പോകും നമ്മൾ. ഒരു ശ്വാസമൊക്കെ ഇറുക്കി പിടിച്ച് സ്വയം വരിഞ്ഞു മുറുകി ജീവിക്കും പോലെ ഇപ്പം ആ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്. മോളെ മനസ്സിലായി മക്കളെ നിൻ്റെ വിഷമം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഉത്തരവാദി ഞാനും കൂടെയാണ്. കാരണം അവൻ്റെ അമ്മ കൊച്ചിലെ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ഒന്നും അറിയിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പഠിപ്പിക്കാതെ ഞങ്ങൾ വളർത്തിയത് കൊണ്ട് സംഭവിച്ചു പോയതാണ് മക്കളെ. എൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ജീവിതമാണ് പോലെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ നമുക്ക്? അമ്മ ഇത് കുടുംബജീവിതമാണെന്ന് എനിക്കറിയാം, കുട്ടിക്കളിയല്ലെന്നും അറിയാം. അമ്മ സ്വന്തം അടിവസ്ത്രം പോലും അലക്കാൻ ഇവിടുത്തെ അച്ഛന് കഴിയൂല എന്ന് ഞാൻ പറയില്ല. അച്ഛനെ കൊണ്ട് നിങ്ങളാരും അത് ചെയ്യിച്ചിട്ടില്ല. ഇപ്പൊ വന്നു കയറിയ എന്നോടും അച്ഛൻ അങ്ങനെയാ കാണിക്കുന്നത്. മോനാണെങ്കിലോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയാ. 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ അച്ഛൻ്റെ പെർമിഷൻ വേണം. ശരിക്കും ഈ വീട്ടിൽ എന്നെ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ല. ഒരു അമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് മൊത്തത്തിൽ ഈ വീട്ടിലുണ്ട്. മുത്തമ്മ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കുമോ? മക്കൾ സമാധാനപ്പെടും. മുത്തമ്മ ഇപ്പോൾ പോണില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. സങ്കടപ്പെടേ വേണ്ട മോളല്ലേ, പോട്ടെ കേട്ടോ. നീ എന്താ ഇവിടെ? ചേട്ടത്തി കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടത്തി ഷേപ്പെല്ലാം അങ്ങ് മാറിയില്ല. അതെന്താ അങ്ങനെ? ചെറുക്ക, നീ SSC പഠിക്കാൻ വന്നതല്ലേ? നീ നിന്റെ കാര്യം പോയി നോക്കിക്കേ. ചേട്ടത്തിന്റെ ഷേപ്പ് നീ നോക്കണ്ട. പിന്നെ ചേട്ടത്തി പണങ്ങാതെ, ഞാനൊരു സിനിമ ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ചേട്ടത്തി കഥ ഒന്ന് കേൾക്കണം. ഒരു കസിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ചെറിയ പയ്യൻ. അവിടുത്തെ ചേട്ടൻ ജോലിക്ക് പോകുമ്പം അവിടുത്തെ ചേട്ടത്തി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആ ചേട്ടത്തിക്ക് ആ അനിയനാണ് എല്ലാ രീതിയിലും കൂട്ടാവുന്നത്. അവരുടെ ബന്ധം ഇങ്ങനെ വളർന്ന് എല്ലാ രീതിയിലും അവരങ്ങ് പോകുമ്പോഴേ എന്റെ അടുത്ത് വൃത്തിയോട് പറയാൻ വരരുത്. നീ നിന്റെ കാര്യം നോക്ക്, പോയേ. ശരിയെന്നാ. ചേട്ടത്തിക്ക് ആശ്വാസം ഉണ്ടാക്കാൻ വരുന്ന അനിയൻ.